അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ ഖിയാസ് പറഞ്ഞു വെച്ചു. ഖിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഖൗലും മുഅല്ലഫും മിൻ ഖളായ മിൻ ഖളിയത്തൈനി യൽസമു ലിദാത്തിഹ ഖൗലുൻ ആഖറു എന്നൊക്കെ പറയാം. അതായത് പല ഖളിയകളും കൂട്ടി വെച്ച് അതങ്ങണ്ട് മനസ്സിലാക്കലോടുകൂടെ മറ്റൊന്ന് അതിൽ നിന്ന് ലാസിമായിട്ട് വരും. ആ നിലക്ക് പല ഖളിയകൾ ഒരുമിച്ച് കൂട്ടി വെച്ചാൽ ഈ പരിപാടിക്ക് ഖിയാസ് എന്നാണ് പറയുക. അപ്പോൾ എൽസമിന് കൗലുൻ ആഹറു എന്നാണ്, വേറൊന്നും അതിൽ നിന്ന് ലാസിമായിട്ട് വരണം. നമ്മൾ നത്തീജ എന്നും പേരിട്ടു, അതിന് ഫലം ഉണ്ടാവും നത്തീജ. ഇനി നമ്മൾ അങ്ങനത്തെ ഒരു ഖിയാസ് ഒന്ന് വിശകലനം ചെയ്യാം. ഖിയാസ് ഒരു ഉദാഹരണം എഴുതിയത് സെയ്ദുൻ ഇൻസാനും തോന്നുന്നുണ്ടല്ലേ. സെയ്ദുൻ ഇൻസാനും കുല്ലു ഇൻസാനിൻ ഹയവാനും. അപ്പൊ നത്തീജ എന്തിട്ടി? സെയ്ദുൻ ഹയവാനും എന്ന് നത്തീജ കിട്ടി. അപ്പൊ ഈ ഖിയാസ് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇതിൻ്റെ നത്തീജയാണ് ഇത്. ഈ നത്തീജയിലുള്ള ഓരോ ഭാഗങ്ങൾ നോക്കിയിട്ട് ഓരോ പേരുകൾ തീരുമാനിക്കാണ്ട്. നത്തീജയുടെ മൗലൂഅ്, നത്തീജയുടെ മഹ്മൂല്. നത്തീജയുടെ മൗലൂഇന് അസ്ഗർ എന്ന് പറയും. നത്തീജയുടെ മൗലൂഇൻ്റെ പേര് അസ്ഗർ എന്നാണ്. നത്തീജയുടെ മഹ്മൂലിൻ്റെ പേര് അക്ബർ എന്നാണ്. ഇപ്പൊ ഈ സെയ്ദ് എന്നുള്ള വാക്കും ഈ കൂട്ടത്തിലുണ്ട്, ഹവാൻ എന്നുള്ള വാക്കും ഈ കൂട്ടത്തിലുണ്ട്. അതിലുള്ള ഒന്ന് ഇതിലില്ലാത്തുണ്ട്. ഏതാ? ഖിയാസിൽ ഇൻസാൻ എന്നുള്ള വാക്കുണ്ട്. ആ ഇൻസാൻ എന്നുള്ള വാക്ക് ഏതിലില്ല? നത്തീജയിലില്ല. ഇതിലാണെങ്കിലോ രണ്ട് മുഖദ്ദിമയിലും ഇൻസാനുള്ള വാക്ക് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഖിയാസിൽ രണ്ട് ഭാഗത്തും ഇൻസാൻ എന്ന വാക്ക് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഖിയാസിൽ ആവർത്തിച്ചു വന്ന ഒരു വാക്ക് നത്തീജയിലില്ല. നത്തീജയിലുള്ള വാക്ക് ഖിയാസിൽ ഉണ്ട്. അപ്പം അതൊക്കെ കൂടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ആവർത്തിച്ച് വന്ന വാക്ക് നത്തീജയിൽ നിന്ന് ഒഴിവാകും. അതായത് ഖിയാസിൽ ആവർത്തിച്ച് വന്നത് ഒഴിവാക്കിയിട്ടാണ് നത്തീജ വരിക എന്നർത്ഥം. സെയ്ദ് ഇൻസാനാണ്. അപ്പോൾ സെയ്ദ് ഇൻസാനാണെങ്കിൽ ഇൻസാനൊക്കെ ഹയവാനാണ്. സെയ്ദ് ഇൻസാനാണ്, ഇൻസാനൊക്കെ ഹയവാനാണ്. അപ്പോൾ ഇൻസാനൊക്കെ ഹയവാനാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇൻസാനായ സാധനം ഹയവാനാവുമല്ലോ. അപ്പോൾ സെയ്ദ് ഇൻസാനാ മനസ്സിലായാലും ഇൻസാനൊക്കെ ഹയവാനാണെങ്കിൽ സെയ്ദ് ഹയവാനാണല്ലോ. അപ്പൊ ഈ കാര്യം സെയ്ദ് ഇൻസാനാണെന്നും ഇൻസാനൊക്കെ ഹയവാനാണെന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ച രണ്ടിലുള്ള വാക്ക് ഇൻസാൻ എന്നുള്ള വാക്കാണ്. അതിന് പറയാ ഹദ് ഔസത്ത്, ഹദ് ഔസത്ത് എന്ന് പറയാം. ഹദ് ഔസത്ത് ഇൻസാൻ. ഇവിടെ ഇപ്പൊ ഇൻസാൻ ഹദ് ഔസത്താണ്. ഇൻസാൻ ഹദ് ഔസത്താണ്. അതായത് ഖിയാസിന്റെ രണ്ട് മുഖദ്ദിമയിലും ആവർത്തിച്ചു വന്ന സാധനം ഹദ് ഔസത്ത്. നത്തീജയുടെ മൗലൂഅ് അസ്ഗർ, നത്തീജയുടെ മഹ്മൂല് അക്ബർ. ഇതിന് ഹദ് അസ്ഗർ, ഹദ് അക്ബർ എന്ന് പറയാം. ഹദ് മൂന്ന് തരം ഹദ് എന്ന് പറയാം. ഹദ് അസ്ഗർ, ഹദ് അക്ബർ, ഹദ് ഔസത്ത്. ഹദ് ഔസത്ത് വരുമ്പോൾ രണ്ടിലും ആവർത്തിച്ച് വരുന്ന സാധനം. ആ ഹദ് ഔസത്ത് ഒഴിവാക്കിയിട്ടാണ് നത്തീജ വരിക. ഇനി ഈ അസ്ഗർ നത്തീജയിൽ എവിടെയുള്ളത്? അല്ല, ഖിയാസിൽ എവിടെയുള്ളത്?
ഈ സെയ്ദുൻ ഇൻസാൻ എന്ന് പറഞ്ഞതിലാണ് സെയ്ദ് ഉള്ളത്. അപ്പൊ അസ്ഗർ ഉള്ളത് ഇതാണ്. ഹൈവാൻ അക്ബർ ഇതിലുള്ളത് കുല്ലു ഇൻസാൻ ഹൈവാൻ എന്ന് പറഞ്ഞതിലാണ് ഹൈവാൻ ഉള്ളത്. അപ്പൊ അസ്ഗർ ഉള്ള ഖിയാസിൽ നിന്ന് അസ്ഗർ ഉള്ള മുഖദ്ദിമക്ക് സുഹറ എന്ന് പറയും. അപ്പൊ സെയ്ദ് ഏതിലുള്ളത്? അത് സുഹറ. ഹൈവാനാണല്ലോ. നതീജന്റെ മഹ്മൂലാണ് അക്ബർ. അക്ബർ ഉള്ള ഖദിയ കുബ്ര. ഇങ്ങനെ പറയാം. അപ്പൊ സുഹറ കുബ്ര നതീജ, സുഹറ കുബ്ര നതീജ എന്ന് പറയാം. ഖിയാസിന്റെ ഒരു ഭാഗത്തിന് മുഖദ്ദിമ എന്ന് പറയും. അപ്പൊ സുഹറ ഒരു മുഖദ്ദിമയാണ്, കുബ്ര വേറെ മുഖദ്ദിമയാണ്. ഇങ്ങനെ സുഹറ കുബ്ര എന്ന രണ്ട് മുഖദ്ദിമകളും കൂടിയിട്ടാണ് പിന്നെ ഈ അസ്ഗറും അക്ബറുള്ള നതീജ കിട്ടിയത്. അപ്പൊ സുഹറ കുബ്ര നതീജ, സുഹറയും കുബ്രയും കൂടിയിട്ട് നതീജ കിട്ടിയെന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് പേര് വന്നത്. നതീജയുടെ മൗലൂഇന് അസ്ഗർ എന്നും നതീജയുടെ മഹ്മൂലിന് അക്ബർ എന്നും പറയും. അസ്ഗർ ഉള്ള ഖിയാസിലെ മുഖദ്ദിമക്ക് സുഹറ എന്നും അക്ബർ ഉള്ള ഖിയാസിലെ മുഖദ്ദിമക്ക് കുബ്ര എന്നും പറയും. രണ്ട് മുഖദ്ദിമയിലും ആവർത്തിച്ച് വന്ന നതീജയിൽ ഇല്ലാത്ത വാക്കിന് ഹദ്ദൗസത്ത് എന്നും പറയും. അപ്പൊ ഹദ്ദൗസത്തിനെ കളഞ്ഞുകൊണ്ടാണ് നതീജ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഖിയാസ്, മുഖദ്ദിമ, നതീജ, അസ്ഗർ, അക്ബർ, സുഗറ, കുബ്ര, ഹദ്ദൗസത്ത്, ഇത്തരം കാര്യങ്ങൾ ഒരു ഖിയാസിന്റെ പാർട്ടുകൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഖിയാസിന്റെ ഒരു രൂപം, ഖിയാസ് ഒരു രൂപത്തിൽ മാത്രമല്ല വരിക. അപ്പം നമ്മൾ പറഞ്ഞ രൂപത്തിൽ മാത്രമല്ല ഖിയാസ് വരിക, ഖിയാസ് പല രൂപത്തിലും വരും. ആ രൂപത്തിനനുസരിച്ച് ഖിയാസിലുള്ള ഓരോ ഘടനക്കനുസരിച്ച് ഖിയാസിനെ നമുക്ക് പല രൂപങ്ങളാക്കിയിട്ട് വരാം. അതിന് ആ പ്രത്യേക രൂപത്തിന് ഷെക്കില് എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇനി വേറെ ഉദാഹരണം വേണമെങ്കിൽ എടുക്കാം. തന്നെ ആയിക്കോട്ടെ പരിചയത്തിന്. അപ്പോൾ പറഞ്ഞതിൻ്റെ ഒന്നുകൂടി ഇതാണ്. സൈദുൻ ഇൻസാനുൻ കുല്ലു ഇൻസാനിൻ ഹയവാനുൻ ഫസൈദുൻ ഹയവാനുൻ. ഇതിലിപ്പോ ഹദ്ദൗസത്ത് എന്ന് പറഞ്ഞ ഇൻസാന് ഒന്നാം മുഖദ്ദിമയില് അഥവാ സൂറയില് മഹ്മൂലായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഹദ്ദൗസത്താവുന്ന ഇൻസാന് കുബ്രയില് മൗദു ആയിട്ടാണ് വന്നത്. ഹദ്ദൗസത്ത് മൗദു ആയിട്ട് വരിക ഒന്നില്, മറ്റൊന്നിന് മഹ്മൂലായിട്ട് വരിക, അല്ലെങ്കിൽ രണ്ടിലും മഹ്മൂലായിട്ട് വരിക, അല്ലെങ്കിൽ രണ്ടിലും മൗദു ആയിട്ട് വരിക. അതിനനുസരിച്ചിട്ട് ഉള്ള മാറ്റത്തിനനുസരിച്ച് ഖിയാസിന് ഷെക്കിൽ ഇങ്ങനെ വേർതിരിക്കും. ഇതിപ്പോ ഷെക്കില് ഈ രീതിയിൽ വന്നാൽ ഹദ്ദൗസത്ത് സൂറയില് മഹ്മൂലും കുബ്രയില് മൗദൂആയിട്ട് വന്നാൽ അതിന് അഷ്ശക്കുലുൽ അവ്വലു എന്ന് പറയും. അഷ്ശക്കുലുൽ അവ്വലു. അഷ്ശക്കുലു സാനി
എല്ലാ ഇൻസാനും ഹയവാനാണ്. കല്ലൊന്നും ഹയവാനല്ല. എല്ലാ ഇൻസാനും ഹയവാനാണ്, കല്ലൊന്നും ഹയവാനല്ല. അപ്പോൾ ഇൻസാനൊന്നും എന്തല്ല, കല്ലല്ല. കാരണം ഇൻസാന് കല്ലാണെങ്കിൽ ഹയവാനാവില്ല. ഇൻസാനും ഒക്കെ ഹയവാനാണ്, കല്ലൊന്നും ഹയവാനല്ല. അപ്പോൾ ഹയവാന് ഹയവാന് എന്നുള്ള രണ്ടിലും ആവർത്തിച്ച വാക്ക് ഹയവാന് എന്നുള്ള അദ്ദൗസത്ത്. അപ്പോൾ ആ ഷെയ്അമിനൽ ഇൻസാനി, ഇൻസാൻ ഒന്നും അല്ല ബി ഹജറിൻ, ഹജറല്ല. എന്താ ഹജറല്ലായിരിക്കാൻ കാരണം? ഹജറാണെങ്കിൽ ഹയവാനാവില്ല, ഇൻസാൻ ഹയവാനാണ്. ഹജറാണെങ്കിൽ ഹയവാനാവില്ല. അപ്പോൾ ഇൻസാൻ ഹജറല്ല എന്ന് ഉറപ്പാണ്. കാരണം ഇൻസാൻ ഹജറാണെങ്കിൽ ഹയവാനാവില്ല. ഇവിടെ ഇൻസാൻ ഹയവാനാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നത്തീജ എന്താ? ലാ ഷെയ്അമിനൽ ഇൻസാനി ബി ഹജറിൻ. ഇവിടെ ഇപ്പോൾ ഹയവാൻ എന്നുള്ളതാണ് ഹദ്ദൗസത്ത്. ഹദ്ദൗസത്ത് രണ്ടിലും എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? അതായത് സൂറയിലും ഹദ്ദൗസത്ത് മഹ്മൂലാണ്, കുബ്രയിലും ഹദ്ദൗസത്ത് മഹ്മൂലാണ്. അപ്പോൾ അതിന് ഷക്കിൽ സാനി എന്ന് പറയും. അപ്പോൾ ഹദ്ദൗസത്തിൻ്റെ രീതിക്കനുസരിച്ച് ഷക്കിൽ ഇങ്ങനെ മാറും. ഇനി നമ്മൾ ഷക്കിൽ സാലിസ്. ഷക്കിൽ സാലിസ് പറഞ്ഞാൽ ഹദ് ഔസത്ത് രണ്ടിലും മൗലൂ ആവുക. ഹദ് ഔസത്ത് രണ്ടിലും മൗലൂ ആവണം. അപ്പോൾ ഷക്കിൽ സാലിസ് ആവും. മൗലൂം ഫിഹിമ രണ്ടിലും മൗലൂ ആയിട്ട് വരണം. അതായത് ഷക്കിൽ അവലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഷക്കിലു സാലിസു മൂന്നാമത്തെ ഷക്കിൽ, പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ കുല്ലു ഇൻസാൻ നാത്തിഖുൻ, കുല്ലു ഇൻസാൻ ഹയവാൻ, കുല്ലു ഇൻസാൻ നാത്തിഖുൻ. രണ്ടിലും മൗലൂ ആണല്ലോ.
എല്ലാ മനുഷ്യനും ഹയവാനാണ്. എല്ലാ മനുഷ്യനും നാത്തിഖാണ്. അപ്പം എന്താ കിട്ടുക? ഇൻസാനും ഒഴിവാക്കണം, ഹദ്ദുൽ വസത്ത് ഒഴിവാക്കണം. അപ്പം എല്ലാ ഹയവാനും നാത്തിഖാന്ന് വരുമോ? അത് വരില്ല. എല്ലാ ഇൻസാനും ഹയവാനാണ്, എല്ലാ ഇൻസാനും നാത്തിഖാണ്. അപ്പം എല്ലാ ഇൻസാനും നാത്തിഖാണ്. നാത്തിഖായ നാത്തിഖൊക്കെ ഇൻസാനാണ്, ഇൻസാനൊക്കെ നാത്തിഖാണ്, നാത്തിഖൊക്കെ ഇൻസാനാണ്. അപ്പോൾ ഇൻസാനാണെങ്കിൽ ഹയവാന് മുഴുവനാവില്ല, ഹയവാൻ്റെ ഒരു ഭാഗമാണ് ഇൻസാൻ. അപ്പം നമുക്ക് എന്ത് പറയാം? ബഅദുൽ ഹയവാനി നാത്തിഖ് എന്ന് പറയാം. നതീജയായിട്ട് ബഅദുൽ ഹയവാനി നാത്തിഖുൻ നതീജ. പിന്നെ ഷക്കിൽ റാബിഅ എന്ന് പറഞ്ഞാൽ സൂറയിൽ മൗലൂഉം കുബ്രയിൽ മഹ്മൂലും എന്നല്ല പറഞ്ഞേ. ഷക്കിൽ റാബി സൂറയിൽ മൗലൂഉം കുബ്രയിൽ മഹ്മൂലും എന്ന് പറഞ്ഞാൽ ഒന്നാം ഷക്കിലിൻ്റെ നേരെ വ്യത്യാസം. അതായത് ഒന്നാം ഷക്കിലിൽ പിന്നെ ഹദ്ദൗസത്ത് സൂറയിൽ മഹ്മൂലാവും, കുബ്രയിൽ മൗലൂആവും ഒന്നാം ഷക്കിലിൽ. നാലാം ഷക്കിലോ ഹദ്ദൗസത്ത് സൂറയിൽ മൗലൂആവും, കുബ്രയിൽ മഹ്മൂലും. അതാണ് നാലാം ഷക്കിൽ. അതിനിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സൂറയിൽ മൗലൂഅ ആവണം, കുബ്രയിൽ മഹ്മൂലും ആവണം. ഇൻസാൻ എന്നുള്ളത് സൂറയിൽ മൗലൂആയി, ഞാൻ ഇൻസാൻ കുബ്രയിൽ മഹ്മൂലായിട്ട് വരണം. കുല്ലു ഇൻസാൻ ഹയവാനും കുല്ലു നാത്തിഖിൻ ഇൻസാനും. എല്ലാ ഇൻസാനും ഹയവാനാണ്, എല്ലാ നാത്തിഖും ഇൻസാനാണ്. അപ്പോൾ ഇൻസാനാണ് ഹദ്ദൗസത്ത്. സൂറയിൽ മൗലൂആയിട്ടും വന്നു, കുബ്രയിൽ മഹ്മൂലായിട്ടും വന്നു. അപ്പം അതിന് നതീജ എന്താ വരിക? ബഅദുൽ ഹയവാനി നാത്തിഖുൻ എന്നല്ല വരിക. എല്ലാ ഇൻസാനും ഹയവാനാണ്, എല്ലാ നാത്തിഖും ഇൻസാനാണ്. അപ്പം നാത്തിഖൊക്കെ ഇൻസാനാണ്, ഇൻസാൻ ഹയവാൻ്റെ ഭാഗമാണ്. അപ്പം ചില ഹയവാൻ എന്താന്ന് പറയാ? ചില ഹയവാന് നാത്തിഖ എന്ന് പറയാം. ബഅദുൽ ഹയവാനി നാത്തിഖ് എന്ന് പറയാൻ പറ്റും. അതാണ് നതീജ. അപ്പോൾ ഇങ്ങനെയാണ് 4 ഷക്കിലുകൾ. അപ്പോൾ ഖിയാസ് 4 രീതിയിലാണ് വരിക. ഹദ്ദൗസത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചാണ് ഖിയാസിൻ്റെ ഐറ്റം തിരിയുക. ഹദ്ദൗസത്ത് ഒഴിവാക്കിയിട്ടുള്ളതാണ് നതീജയായിട്ട് വരിക. അപ്പോൾ അതാ കഴിഞ്ഞു. ഇനി നമുക്ക് ഖിയാസിനെ വേറൊരു രീതിയിലുണ്ട് ഭാഗമാക്കാണ്ട്, അതിലേക്ക് പ്രവേശിക്കുക. ഖിയാസിൽ ലിമ്മി ഇന്നി എന്ന് പറഞ്ഞ 2 തരം ഖിയാസ് ഉണ്ട്. അൽ ഖിയാസുൽ ലിമ്മിയു അൽ ഖിയാസുൽ ഇന്നിയു എന്ന് പറഞ്ഞാൽ ഒരു വേറെ രീതിയിൽ പറഞ്ഞെന്നുള്ളൂ. ഉദാഹരണം ഒരു ഖിയാസ് ആകുമ്പോൾ നമ്മൾ ഖിയാസ് പറഞ്ഞിട്ട് അതിന് നതീജക്കുള്ള ദലീലാണല്ലോ ശരിക്കും എന്ത് ഖിയാസ്. ഹാദാ ഇൻസാനും കുല്ലു ഇൻസാൻ ഹയവാൻ. ഇത് മനുഷ്യനാണ്, എല്ലാ മനുഷ്യനും ഹയവാനാണ്. അപ്പോൾ ഇയാളും ഹയവാൻ തന്നെയാണ്. അപ്പോൾ ഇയാൾ ഹയവാനാന്നുള്ളത് തെളിവായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഇയാൾ ഇൻസാനാണ്, ഇൻസാനൊക്കെ ഹയവാനാണ്, അപ്പോൾ ഇയാൾ ഹയവാനാണ്.
അപ്പോൾ ആദ്യം പറഞ്ഞ ഖിയാസാണല്ലോ ഈ നതീജക്കുള്ള തെളിവ്. അപ്പോൾ ഈ തെളിവ് ആയിട്ട് പറയുന്ന കാര്യം ഇതിനനുസരിച്ചിട്ടൊരു വിഭജനം. അതാണ് ഇപ്പം ഈ ലിമ്മിയി ഇന്ത്യ പറഞ്ഞു. ഉദാഹരണം ചില വിഷയങ്ങളിൽ നമ്മൾ കാരണത്തുമെന്ന് കാര്യത്തിലേക്ക് പോകും. ചിലത് നമ്മൾ കാര്യം പറഞ്ഞിട്ട് കാരണത്തുമ്മക്ക് പോകും. ഉദാഹരണം, ഒരാൾക്ക് പനി ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവണം? അയാളുടെ ശരീരത്തിലെ 4 ഘടകമുണ്ട്. വാത, പിത്ത, രക്ത, കഫം. വാദം, പിത്തം, രക്തം, കഫം എന്ന 4 എണ്ണം. ഈ 4 അഖ്ലാത്ത് ഞാൻ പറയാം, അഖ്ലാത്ത്. ഈ 4 കാര്യങ്ങൾക്ക് കേട് വരുമ്പോഴാണ് ഒരാൾക്ക് പനി ഉണ്ടാവുക. അപ്പോൾ ഈ 4 വാത, പിത്ത, രക്ത, കഫം, ഈ 4 എണ്ണത്തിന് കേട് വരുമ്പോഴാണ് പനി ഉണ്ടാവുക. അപ്പോൾ ഇത് കേടുവരലാണ് പനിക്കുള്ള കാരണം. അപ്പോൾ നമുക്കെന്ത് പറയാ? ഒരാൾ ഈ 4 എണ്ണത്തിന് കേടുപറ്റിയ ആളാണ്, അതുകൊണ്ട് അയാൾ പനിക്കാരനാണെന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ എന്തും പറയാം, ഇയാൾ പനിയുള്ള ആളാണ്, പനിയുള്ള ആളായതുകൊണ്ട് അയാളെ 4 എന്തായാലും കേടുവന്നിട്ടുണ്ടാവും എന്ന് അങ്ങനെയും പറയാം. അപ്പോൾ അത് നമ്മളൊരു ഖിയാസായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ലിമ്മിയും നീയും മനസ്സിലാവും. ഹാദ അതാ മുതഅഫിനുൽ അഖ്ലാത്ത്. തഅഫന തഅഫുനി എന്നൊക്കെ പറഞ്ഞാൽ കേട് വരിക എന്നാ. ആ മുതഅഫിനുൽ അഖ്ലാത്ത് പറഞ്ഞാൽ ഈ ഖലത്തുകൾ, ഈ 4 ഖലത്തുകൾ, വാത, പിത്ത, രക്ത, കഫം, ഈ 4 എണ്ണത്തിന് തഅഫുന് വന്ന ആൾ, കേട് വന്ന ആൾ, ഇയാൾ അഖ്ലാത്ത് കേട് വന്ന ആളാണ്. അപ്പോൾ അഖ്ലാത്ത് കേട് വന്ന ആൾക്ക് എന്തുണ്ടാവും? പനി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഇത് മുതഅഫിനുൽ അഖ്ലാത്താണ്. കുല്ലു മുതഅഫിനുൽ അഖ്ലാത്തി മഹ്മൂമുൻ. കുല്ലു മുതഅഫിനുൽ അഖ്ലാത്തി മഹ്മൂമുൻ. മുതഅഫിനുൽ അഖ്ലാത്ത് ഈ ഖലത്തുകൾക്ക് കേട് വന്ന ആളുകൾ, അവർക്കൊക്കെ പനി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇയാൾക്ക് എന്തായി? ഇയാൾക്ക് പനി ഉണ്ടെന്ന് ഉറപ്പല്ല. അപ്പം നതീജയായിട്ട് എന്താ വരിക? ഹാദാ മഹ്മൂമുൻ. അപ്പോൾ ഇയാൾക്ക് പനിയുണ്ടോ? ഇയാൾക്ക് പനിയുണ്ട്. എന്താ തെളിവ്? ഇയാൾക്ക് തഅഫുൽ അഖ്ലാത്തുണ്ട്. തഅഫുൽ അഖ്ലാത്തുള്ളവരൊക്കെ പനിക്കാരാണ്. അപ്പോൾ ഇയാൾക്ക് പനി ഉണ്ടെന്ന് ഉറപ്പായില്ലേ? അപ്പോൾ ഇയാൾക്ക് പനി ഉണ്ട് എന്നുള്ള വിഷയത്തിന് തെളിവായിട്ട് നമ്മൾ പറഞ്ഞത് തഅഫുൽ അഖ്ലാത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലത്തിലൂടെ എവിടേക്ക് വന്നത്? മാലൂലിലേക്ക് വന്നത്. ഇല്ലത്താകുന്നു തഅഫുൽ അഖ്ലാത്ത് പറഞ്ഞുകൊണ്ട് എവിടേക്ക് വന്നു? പനിയുള്ള ആളാണെന്നുള്ള അതിൻ്റെ ഇല്ലത്തിൻ്റെ കാരണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇല്ലത്തിലൂടെ മാലൂലിലേക്ക് വന്നു. മാലൂലിൻ്റെ തെളിവായിട്ട് സംസാരിച്ചത് ഇല്ലത്തന്നെയാണ് സംസാരിച്ചത്. നേരെ തിരിച്ചു പറഞ്ഞു നോക്കാം. ഹാദാ മഹ്മൂമുൻ. ഒരാളെ പറ്റി പറയും, ഇയാൾ പനിക്കാരനാണ്. എന്നിട്ട് പറയണം എല്ലാ പനിക്കാരനും മുതഅഫിൽ അഖ്ലാത്താണ്. അങ്ങനെയും പറയാലോ. ഇയാൾക്ക് പനിയുണ്ട്. പനിയുള്ളവർക്കൊക്കെ എന്തുണ്ടാവും? തഅഫുൽ അഖ്ലാത്ത് ഉണ്ടാവും. ഇയാൾക്ക് പനിയുണ്ട്, പനിയുള്ളവർക്കൊക്കെ തഅഫുൽ അഖ്ലാത്ത് ഉണ്ടാവും. അപ്പോൾ എന്താ കിട്ടുക? ഇയാൾ മുതഅഫിൽ അഖ്ലാത്താന്ന് കിട്ടും നതീജയായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ സംഗതി കാര്യം തന്നെയല്ലേ. ഇവിടെ ഇയാൾ പനി ഉണ്ട്, പനി ഉണ്ടാവുമ്പോൾ തഅഫുൽ അഖ്ലാത്തുള്ള ആൾക്കാർ പനി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇയാൾക്ക് പനിയുണ്ട്, പനിയുള്ളവർക്കൊക്കെ തഅഫുൽ അഖ്ലാത്ത് ഉണ്ടാവും. അപ്പോൾ ഇയാൾക്കും തഅഫുൽ അഖ്ലാത്ത് ഉണ്ട്. അപ്പോൾ ഇയാളെ വാതപിത്ത കഫം രക്ത ഈ 4 എണ്ണത്തിൽ കേട് വന്നിരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ തെളിവായിട്ട് സംസാരിച്ചത് ഇയാൾ പനി ഉണ്ട് എന്നുള്ള വിഷയമാണ്. ശരിക്കും യഥാർത്ഥത്തിൽ അയാൾക്ക് പനി ഉണ്ടാവാനുള്ള കാരണം തഅഫുൽ അഖ്ലാത്താണ്. തഅഫുൽ അഖ്ലാത്തിന് കാരണം പനിയല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇല്ലത്തിലൂടെ മാലൂലിലേക്ക് വന്നു, മറ്റു സ്ഥലത്ത് മാലൂലിലൂടെ ഇല്ലത്തിലേക്ക് വന്നു. അപ്പോൾ ഒരു ഖിയാസ് പറഞ്ഞിട്ട് നമ്മളൊരു നതീജയിലേക്ക് എത്തുന്നത് അതിൻ്റെ ശൈലി ഇല്ലത്തിലൂടെ മാലൂലിലേക്കാണോ എന്നാൽ ഖിയാസിന് ലിമ്മി എന്ന് പറയാം. മാലൂലിലൂടെ ഇല്ലത്തേക്കാണോ എന്നാൽ എന്താ പറയുക? ഇന്നി എന്നും പറയാം. വേറെ ഉദാഹരണം പറയാം. നമ്മൾ ഈ കൊള്ളിക്ക് തീ പിടിച്ചിക്കണ്. തീ പിടിച്ചതൊക്കെ
കരിഞ്ഞതാണ്. ഈ കൊള്ളിക്ക് തീ പിടിച്ചിക്കണ്, തീ പിടിച്ചതൊക്കെ കരിഞ്ഞതാണ്. അപ്പോൾ ഈ കൊള്ളി കരിഞ്ഞതാന്ന് വരും. അപ്പോൾ തീ പിടിക്കലാണ് കരിയാനുള്ള കാരണം. അപ്പോൾ കാരണത്തുകൂടെ തന്നെയാണ് പോകുന്നത്. ഈ കൊള്ളി കരിഞ്ഞതാണ് എന്നുള്ള വിഷയത്തിലേക്കാണ് പോകുന്നത്. തീ പിടിച്ചതാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇനി തിരിച്ചു നമുക്ക് എന്താ പറയുക, ഈ കൊള്ളി കരിഞ്ഞതാണ്, കരിഞ്ഞതൊക്കെ തീ പിടിച്ചതാണ്, അപ്പോൾ ഈ കൊള്ളിയും തീ പിടിച്ചതാണ്, അങ്ങനെയും പറയാലോ. അതൊക്കെ ഇതിൻ്റെ ശരിയാണ്. അപ്പോൾ ഇല്ലത്ത് ഖിയാസാക്കി തെളിവാക്കി മഅലൂൽ നതീജായിട്ട് വന്നാൽ ലിമ്മിയും, മഅലൂൽ ഖിയാസായി തെളിവായിട്ട് ഇല്ലത്തിലേക്ക് വന്നാൽ ഇന്നിയും, അങ്ങനെ ഖിയാസനം എന്താക്കാം, വിഭജനം നടത്താം. അപ്പോൾ അതാണിപ്പോൾ ഖിയാസിൻ്റെ 4 ഷെക്കിലുകൾ പഠിച്ചു. പിന്നെ ലിമ്മിയും ഇന്നിയും പഠിച്ചു. പിന്നെ വേറെ കാര്യമുള്ളത്, ഈ 4 ഷെക്കിലുകളുടെ കൂട്ടത്തിൽ 4ാമത്തെ ഷെക്കിൽ ഗൈറു മുസ്തഅമൽ എന്ന് പറയാം, സാറ് ഉപയോഗിക്കലില്ല. 4ാമത്തെ അങ്ങനെ ഷെക്കിലുണ്ടെങ്കിലും സാധാരണ ഇതിൽ ഉപയോഗിക്കാത്തതെന്ന് മന്തിക്കിൻ്റെ കിതാബുകളിലൊക്കെ കാണാം. അതൊന്ന് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രം. അപ്പോൾ ഖിയാസിനെ കുറിച്ചുള്ള ആ അത്യാവശ്യ ചർച്ചകൾ കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മന്തിക്കിൻ്റെ കിതാബിൻ്റെ യഥാർത്ഥ ചർച്ചകളാകുന്ന മുഅരിഫ് എന്ന തസവുറുകൾ കൂട്ടിവെച്ച് തസവുറിലേക്ക് എത്തുന്നതും, 2ാം ഭാഗമാകുന്ന തസ്ദീഖുകൾ കൂട്ടിവെച്ച് തസ്ദീഖിലേക്ക് എത്തുന്ന ഹുജ്ജത്ത് എന്ന ഭാഗം, അത് ഖിയാസ് പഠിക്കലോടുകൂടെ അതുമായി. അപ്പം മന്തിക്കിൻ്റെ മെയിൻ 2 ഭാഗങ്ങളായ മുഅരിഫും ഹുജ്ജത്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഈ ഖളിയകളുടെ കൂട്ടത്തിൽ വേറെ കുറേ ഖളിയകളുടെ അവസ്ഥകളെ കുറിച്ചൊക്കെ പഠിക്കാണ്ട്, അത് പരാമർശിക്കപ്പെടുന്ന എന്തായാലും. കാരണം അത് വേറെ ചില കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും, ചില സമർത്ഥനങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ പലപ്പോഴും പറഞ്ഞതുപോലെ മന്തിക്കിൻ്റെ കിതാബുകളിലെ ഈ ഇസ്ലാഹിയായ വിഷയങ്ങളൊക്കെ പരാമർശങ്ങളും മറ്റ് ഫിഖഹിൻ്റെ അടക്കമുള്ള കിതാബുകളിലൊക്കെ കാണും. അപ്പോൾ അതൊക്കെ മുത്താല ചെയ്ത് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ മന്തിക്കിൻ്റെ കിതാബുകളിൽ പറയുന്ന ഓരോ പരാമർശങ്ങളും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മന്തിക്കിൻ്റെ ഒരു സമഗ്രതക്കും അതോടുകൂടെ മറ്റ് കിതാബുകളിലെ ഇബാറത്തുകളൊക്കെ വേണ്ടവണ്ണം മനസ്സിലാക്കാനും മന്തിക്കിലുള്ള ഇസ്തിലാഹിയ പദങ്ങളും ഉപയോഗങ്ങളും മനസ്സിലാക്കൽ ആവശ്യവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം.